ഇപ്പോൾ മരിച്ച 11 പേരിൽ 8 പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. തിരിച്ചറിയാത്ത 3 പേരുടെ മൃതദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതേസമയം അപകട വിവരം അറിഞ്ഞ ഉടനെ പരിപാടിയിൽ മാറ്റം വരുത്തിയെന്ന വിശദീകരണവുമായി RCB മാനേജ്മെന്റ് രംഗത്തെത്തിയിട്ടുണ്ട്. KB ശ്രീധരൻ ചേരുകയാണ്. ശ്രീധരൻ, ഈ 8 പേർ ആരൊക്കെയാണ്? ഒപ്പം തന്നെ എന്ത് വിശദീകരണമാണ് RCB നൽകാൻ സാധിക്കുക? കാരണം ഇങ്ങനൊരു അപകടം ഉണ്ടായ സമയത്തും ആഘോഷം തുടർന്നു എന്നുള്ളത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇത്രയും 11 പേർക്ക് ജീവൻ നഷ്ടമായ 11 പേരും ഇതേ ക്രിക്കറ്റ് കൂട്ടായ്മയുടെ ഇതേ ടീമിന്റെ ആരാധകരാണെന്നിരിക്കെ 8 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് നേരത്തെ ദിവ്യാംശി എന്നുള്ള ഒരു 13-കാരിയെ തിരിച്ചറിഞ്ഞിരുന്നു. ഇതിൽ കൂടുതലും ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ദിയ, ശ്രാവൺ, ഭൂമിക്, സഹാന, ദേവി, ശിവു, മനോജ് ഇങ്ങനെ 8 പേരെയാണ് തിരിച്ചറിഞ്ഞത്. ഇവരെല്ലാം തന്നെ ബംഗളൂരു സ്വദേശികളാണ് എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന വിവരം. തിരിച്ചറിയാത്ത 3 പേർ ഇപ്പോഴും വൈദേഹി ബോറിംഗ് ആശുപത്രിയിൽ 3 പേരുടെ മൃതദേഹം അവിടങ്ങളിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഏതായാലും ഈ 11-ൽ 8 പേരെയും ഇതോടുകൂടി തിരിച്ചറിയാനായിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ RCB മാനേജ്മെന്റിന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. അതായത് വിഷയത്തിൽ ഈ ദുരന്തം സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് പരിപാടി നടത്തിയത് എന്നുള്ള ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഈ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നുകൂടിയാണ് RCBയുടെ ഇപ്പോഴത്തെ വിശദീകരണം വന്നിരിക്കുന്നത്. ശരി, KB ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്.